കർമ്മഭാവത്തിൽ ശനിയുടെ ഏതെങ്കിലും തൊട്ടുതെറിച്ച ബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ, ശനി നീചനായിട്ട് നിന്നുകൊണ്ടാണ് അങ്ങനെ ബന്ധപ്പെടുകയും ചെയ്യുന്നതെങ്കിൽ അവരെ നമ്മൾ കൂടെ കൂട്ടുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം. നമ്മളെയും കൂടെ വിറ്റ് കാശാക്കി കളയാം. സിനിമാറ്റോഗ്രാഫി, ഇതെല്ലാം നമുക്ക് അങ്ങനെ കുറച്ച് ബന്ധം വരും. സംവിധാനത്തിന് വ്യാഴത്തിൻ്റെ ബന്ധവും കൂടി വരണം. സഞ്ജൻ സർ, ഒരാളുടെ തൊഴിൽ, അയാൾ ചെയ്യേണ്ട തൊഴിലിനെ പറ്റി ഏത് ഭാവമാണ് നമുക്ക് നോക്കേണ്ടത്? തൊഴിലിനെ കുറിച്ച് ഗ്രഹനില അനുസരിച്ച് 10-ാം ഭാവം കൊണ്ട് പറയണം. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, 10-ാം ഭാവത്തിൻ്റെ അധിപൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി രസകരമായ, കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിലെത്തുന്ന ഒരു മേഖലയാണ്. ജ്യോതിഷം ഉണ്ടായ കാലത്തുള്ള ജോലികളല്ലല്ലോ ഇന്ന് കൂടുതലുള്ളത്. കമ്പ്യൂട്ടർ രംഗവും അതും ഇതും ഒക്കെ വന്നു. പക്ഷേ അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് സാധ്യതയുണ്ട്. അതിന് എന്നെ സഹായിച്ചിരിക്കുന്നത് ഈ പ്രായോഗിക പഠനമാണ്. ഈ കമ്പ്യൂട്ടറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ മേഖലയിലേക്ക് എങ്ങനെ പോകുന്നു, എങ്ങനെയാണ് പറയുന്നത്. അപ്പോഴത് ഇപ്പോൾ ശുക്രന് കർമ്മഭാവവുമായിട്ട് ബന്ധം വരികയും ചൊവ്വയ്ക്കും ശനിക്കും കർമ്മഭാവമായിട്ട് ഒരേ സമയത്ത് ബന്ധം വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കലയും ടെക്നോളജിയുള്ള ജോലിയെക്കുറിച്ച് പലർക്കും വേണ്ടി ഞാനത് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ഗ്രഹങ്ങളുടെ ഒക്കെ ദൃഷ്ടിയും വരും സൂക്ഷ്മതയിൽ അപഗ്രഥിക്കുമ്പോൾ. അങ്ങനെ കലയും ടെക്നോളജിയും വരുമ്പോഴാണ് നമ്മൾ ഈ ആനിമേഷൻ, ഗ്രാഫിക്സ്, വെബ് ഡിസൈനിങ്, ഇങ്ങനെയൊക്കെയുള്ള, പിന്നെ സിനിമാ സംവിധാനം, ഇതൊക്കെ ക്യാമറയ്ക്ക് ഉണ്ടല്ലോ, പിന്നെ സിനിമാറ്റോഗ്രാഫി, ഇതെല്ലാം നമുക്ക് അങ്ങനെ കുറച്ച് ബന്ധം വരും. സംവിധാനത്തിന് വ്യാഴത്തിൻ്റെ ബന്ധവും കൂടി വരണം. അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഗ്രഹനില അനുസരിച്ച് നമുക്ക് 10-ാം ഭാവം കൊണ്ട് തൊഴിലിനെ കുറിച്ച് പറയും. 10-ാം ഭാവാധിപൻ ശനി ആയിരിക്കുകയോ, ശനി 10-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയോ, ശനി 10-ാം ഭാവത്തിൽ നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ഈ ഇടനിലക്കാരനായിട്ട് ഒത്തിരി കാശുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഊഹക്കച്ചവട സാധ്യത. ഇപ്പം ഒരാൾക്ക് അയാളുടെ ബുദ്ധി അല്ലെങ്കിൽ അയാളുടെ കലയാണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ അയാളങ്ങ് പറയുക, ഇപ്പം 10,000 രൂപ വേണം, അടുത്ത പ്രാവശ്യം പറയുന്നു 1,00,000 വേണം, പിന്നെ 1 കോടി വേണം, 10 കോടി വേണം എന്നൊക്കെ പറഞ്ഞ് ചാർജ് മാറ്റി വെച്ചിട്ട് ഇതൊരു ഊഹക്കച്ചവട സ്വഭാവമാണ്. മനസ്സിലായില്ലേ? അത് സ്വയം തന്നെ വിലയ്ക്ക് വിൽക്കുകയാണ്, തൻ്റെ കഴിവുകളെ ആ തരത്തിൽ. അപ്പോൾ ഇതെല്ലാം ഒരു ഇടനിലക്കാരൻ്റെ സ്വഭാവം കൂടിയുണ്ട്. പിന്നെ എത്ര വേണമെങ്കിലും മാറ്റി പറഞ്ഞിങ്ങനെ നേടുന്ന, ഇതെല്ലാം ശനിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്തും പറഞ്ഞു നേടാം. മനസ്സിലായില്ലേ? ഇപ്പം ഇന്ന സിനിമയ്ക്ക് ഇത്ര രൂപയാണ്, അടുത്ത പ്രാവശ്യം എന്താണെന്ന് ചോദിക്കാൻ പോകുന്ന ആർക്കും അറിയില്ല. അല്ല, ഒരു ഗായകർക്ക്, അങ്ങനെ എല്ലാ മേഖലകളിലും ഈ ഉണ്ടല്ലോ. ഈ ചികിത്സയിൽ സർജൻ തന്നെ ചെയ്യുന്നു, ഇത്ര രൂപയാണ്. ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയില്ല, പണ്ടൊക്കെ പേശുമല്ലേ, 40 ലക്ഷം ഉണ്ടെങ്കിൽ കയറ്റത്തുള്ളൂ അങ്ങോട്ട്. ഇപ്പം പിന്നെ അതിന് അവരെയും കൂടെ വിഴുങ്ങുന്ന രീതിയിൽ ആശുപത്രി അധികൃതരും വന്നിട്ടുണ്ട്. ഇതെല്ലാം ശനിയുടെ ബന്ധം. ശനി ആ നീചത്വവും കാണിക്കും സ്വഭാവത്തിലൂടെ. ചൊവ്വയും കൂടെ ഒരു ദൃഷ്ടിയുണ്ട്. നമ്മൾ ഈ ഇടയ്ക്ക് ശനിയും ചൊവ്വയും പിന്നെ ശനിയും കേതുവും ഒക്കെ പറഞ്ഞല്ലോ. ശനിയും കേതുവും കൂടിയുള്ള പ്രാധാന്യത്തെ, മോക്ഷകാരകത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതേ തൊഴിൽപരമായ കാര്യങ്ങൾ വരുമ്പോൾ ഇവർ കുറേ ക്രൗര്യവും കാണിക്കും. രാഹു കേതുകൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ സർജറിയൊക്കെ ചെയ്യുന്ന വിദഗ്ധരാകുന്നത്. ചികിത്സയും സർജറിയും ശനിയും കൂടിയൊക്കെ വരുമ്പോൾ അത് പറയണം. അപ്പോൾ കർമ്മഭാവത്തിനെ വെച്ചുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ശനി ഗ്രഹനിലയിൽ ഏതെങ്കിലും തരത്തിൽ കർമ്മഭാവത്തിലേക്ക് നോക്കുകയോ നിൽക്കുകയോ യോഗം ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കണം. കാരണം അവരെ ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടും വരും. നമ്മൾ അവരെ കൂടെ കൂട്ടിയാലൊക്കെ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഇങ്ങനെ പറയല്ല, സൂക്ഷ്മമായി അപഗ്രഥിക്കുമ്പോൾ കർമ്മഭാവത്തിൽ ശനിയുടെ ഏതെങ്കിലും തൊട്ടുതെറിച്ച ബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ, ശനി നീചനായിട്ട് നിന്നുകൊണ്ടാണ് അങ്ങനെ ബന്ധപ്പെടുകയും ചെയ്യുന്നതെങ്കിൽ അവരെ നമ്മൾ കൂടെ കൂട്ടുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം. നമ്മളെയും കൂടെ വിറ്റ് കാശാക്കി കളയാൻ വേണ്ടി വന്നാൽ ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കണം, അങ്ങനെയുള്ളവരെയൊക്കെ ബന്ധപ്പെടുമ്പോൾ. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ധനികരോടൊപ്പം ആർക്കെങ്കിലും ധനമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഓടിക്കൂടും. കഥയും കവിതയൊക്കെ പറഞ്ഞും സ്നേഹമൊക്കെ പറഞ്ഞും ഒക്കെ കൂടും. ഈ നമ്മൾ അവർക്ക് വേണ്ടി സന്തോഷം പറഞ്ഞ് കൂടെ കൂടുമ്പോൾ അവരെന്നിട്ട് ഇവരെ കൊണ്ടുപോയി വലിയ പ്രശ്നങ്ങളൊക്കെ ചാടിക്കും. ചില നക്ഷത്രക്കാർക്കുണ്ട് ഈ സ്വഭാവം. അത് ഇങ്ങനെയും കൂടി കർമ്മഭാവത്തിൽ ശനിയുടെ ബലവും കൂടി ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം അവരെ. ഇതൊക്കെ ഇതിൻ്റെ സൂക്ഷ്മമായ
ഗവേഷണ ഭാഗങ്ങളാണ്. അവർ കൊണ്ടുപോയി വളരെ വലിയ സന്തോഷം പറഞ്ഞിട്ട് കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയിട്ട് ആളില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിക്കുക, വ്യഭിചാരശാലകളിൽ കൊണ്ടുപോയി ഇടപാട് നടത്തിക്കുക. അവർ പോലും അറിയില്ല. ലഹരി വസ്തുക്കൾ കുടിപ്പിച്ചിട്ട് പൈസ എല്ലാം കവരുക, ഇതെല്ലാം ചെയ്ത് കളയും വിളിച്ചുകൊണ്ട് പോയിട്ട്. അപ്പോൾ നമ്മൾക്ക് പണം വരുമ്പോഴോ നമ്മൾക്ക് പ്രശസ്തി വരുമ്പോഴോ ഒക്കെ സൂക്ഷിക്കണം. ഇങ്ങനെയുള്ളവരെ വളരെ കൂടി വലിയ അപായത്തിലേക്ക് നയിക്കും. അതിൽ വാസന വരുന്ന ചില നക്ഷത്രങ്ങളുണ്ട്, ചില ഗ്രഹത്തിന് നക്ഷത്രങ്ങളുണ്ട്. അവർ ഉറപ്പായിട്ടും ഈ ചതിയിലേക്ക് കൊണ്ടെത്തിക്കും. ഈ കർമ്മഭാവത്തിൽ ശനി, കേതു, രാഹു ഇവിടെയൊക്കെ ബന്ധം വന്നിട്ട് ചില ദേശങ്ങളിൽ എത്തിയിട്ട് അവിടെ ചെന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ വാങ്ങി, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. കാരണം അവരുടെ വിഭവങ്ങൾ കൊണ്ടുവന്നിട്ട് മറിച്ച് വയ്ക്കുക ഒക്കെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നമ്മൾ ഭയാനകമായി കാണേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ശനി ബ്രോക്കർ പണി ചെയ്യിപ്പിക്കും ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കിക്കും. താങ്കളോട് ഞാനൊരു കാര്യം മറ്റൊരാളോട് പറഞ്ഞു പിടിപ്പിച്ച് ചെയ്യിക്കുക, ഞാനിവിടെ ഉണ്ട്. പാസീവ് ഇൻകം എന്ന് വേണമെങ്കിലും പറയാം. പാസീവ് ഇൻകത്തിൻ്റെ ഒന്നിനും ചൊവ്വയും ശനിയും ഉണ്ട്. ഇപ്പം നമ്മളുടെ ട്രേഡിങ് നടത്തി പൈസ ഉണ്ടാക്കുക, അത് ശനി നീചമാണെങ്കിൽ മ്ലേച്ഛമായ വഴികളിൽ കൂടി അത്തരം പാസീവ് ഇൻകം ഉണ്ടാക്കും. പിന്നെ ഈ വ്യഭിചാരശാലകൾ നടത്തിക്കുക, സ്ത്രീകളെ നടത്തി നോട്ടം സൂക്ഷിപ്പുകാരാക്കുകയും ചെയ്യും. അവിടെ പെണ്ണുങ്ങളെല്ലാം നിയമിക്കുകയും ചെയ്യും. പക്ഷെ ഈ സ്ത്രീയാണ് പിരിച്ചെടുക്കുന്നതെങ്കിലും ഇയാൾ പോയി പിരിക്കാൻ മാസം തോറും പോകും. മനസ്സിലായി? അയാൾ വളരെ സമൂഹത്തിൽ അന്തസ്സുള്ള ആളായിരിക്കും. ഗ്രഹനില നോക്കുമ്പോൾ നമുക്കറിയാം അയാൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന്, ഇത്തരം വാണിഭങ്ങളുണ്ടെന്നൊന്നും ആരും അറിയുന്നത് പോലും കാണത്തില്ല. പക്ഷെ അവർ ഇങ്ങനെയുള്ള പൈസ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അവരുടെ നിന്നൊക്കെ അങ്ങനെയുള്ളവരുടെ ദക്ഷിണ വാങ്ങിക്കുമ്പോൾ പോലും വളരെ സൂക്ഷിക്കും ഞാനൊക്കെ. അതുപോലെ നമ്മൾ ഈ മാത്സ് പരമായിട്ട് അതിൽ ഇന്റലിജൻസ് കൂടുതലുള്ളവർ ഉണ്ട്, ബുധനും ഒക്കെ കൊണ്ട്. അത് ഏത് ഗ്രഹങ്ങളിൽ ബുധനെ കൊണ്ട്. ബുധൻ അവിടെയും ചൊവ്വയുടെ ഒരു സ്പർശം വരും. ഇപ്പൊ ആസ്ട്രോഫിസിക്സ് അതിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. ലോജിക്കാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അവിടെ ബുധന് ബന്ധമുണ്ട്, ശനിക്ക് ബന്ധമുണ്ട്. പിന്നെ ഈ കാണാതെ പഠിച്ചിട്ട് അത് മാത്രം ഇങ്ങനെ ഛർദ്ദിച്ച് വെച്ച് പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ റിസർച്ച് ഒന്നും വേണ്ട. ആ പുസ്തകം പഠിക്കുക, അത് അതുപോലെ പോയി പ്രസന്റ് ചെയ്യുക. പിന്നെ വർഷങ്ങളോളം കഴിയുമ്പോൾ ഇത് കാണാതായി എന്ന് വെച്ചാൽ കാണാപ്പാഠമായി, മനപ്പാഠമായി, പിന്നെ ഇങ്ങനെ പറയുക പോരും. ഇതിനപ്പുറത്തേക്കൊന്നും ഗവേഷണത്തിൽ അതൊക്കെ ഈ വ്യാഴം ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചിന്തിക്കണം. ശനിയുടെ ഒരു അനുഗ്രഹമില്ല എങ്കിൽ ഗവേഷണ സ്വഭാവം വരില്ല. അപ്പൊ ഇതെല്ലാം കർമ്മഭാവത്തിൽ നമ്മളിതെല്ലാം അവർക്ക് അങ്ങനെ ചിന്തിക്കുന്നവരെ ഇഷ്ടവുമല്ല. ഈ കാണാതെ പഠിച്ച് മാത്രം പോകുന്ന പണ്ഡിതന്മാരുണ്ട്. അതെല്ലാ മേഖലയാണ്, ഞാൻ ചെയ്യുന്ന ഈ മേഖല ഉൾപ്പെടെയുള്ളതാണ്. അവർക്ക് ഗവേഷണ സ്വഭാവമുള്ളവരെ വലിയ ദേഷ്യവുമാണ്. ഇങ്ങനെ ഇല്ലേ എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ നീ പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞു കളയും. പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ചോദിക്കും. ഒത്തിരി പേരുടെ അടുക്കൽ രഹസ്യമായി മാറി മാറി പഠിക്കും. അപ്പോൾ അവരോട് ചോദ്യമായിട്ടായിരുന്നു പോകുന്നത്. അപ്പോൾ അല്ല ഇവരൊരിക്കലും നേർവഴിക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. സംസാരമധ്യേ കയറി ചോദിക്കും. പറഞ്ഞു തരുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഊഹാപോഹ പഠിത്തമൊക്കെ എറിഞ്ഞു നോക്കുമ്പോഴവർക്ക് ദേഷ്യം വരും. ഇതൊന്നും വേണ്ട കേട്ടോ, ഈ പഠിച്ചതൊക്കെ ഉള്ളതങ്ങ് പറഞ്ഞു പോയാൽ മതി എന്ന് പറയും. ഇതൊക്കെ ആ വ്യാഴം മാത്രമുണ്ട്. അപ്പോൾ പഠിക്കാൻ ഇവർ വളരെ മിടുക്കരായിരിക്കും, കാണാതെ പഠിക്കുക. പക്ഷെ ഗവേഷണം പരമാവന്നില്ല. ഇതെല്ലാം നമുക്ക് കർമ്മഭാവം കൊണ്ട് പറയാം. പിന്നെ കലകള്, അധ്യാപനം തന്നെ. ഇപ്പം അധ്യാപനം തന്നെ പറയും. ഇപ്പോൾ സ്പോർട്സിലെ അധ്യാപകൻ, സംഗീതത്തിന്റെ അധ്യാപകൻ, നൃത്ത അധ്യാപകൻ, ഏതിൻ്റെയും അധ്യാപക വൃത്തിക്ക് മാത്രം ജനിച്ചവരുണ്ട്. ഇപ്പോൾ ജ്യോതിഷത്തിൽ ഒരാൾ വളരെ പണ്ഡിതനായിരുന്നു. അദ്ദേഹം വേറെ കച്ചവടം നടത്തിയാണ് ജീവിച്ചത്. പക്ഷെ വലിയ വലിയ ജ്യോതിഷന്മാർ പോലും സംശയം ചോദിക്കാൻ ചെല്ലുമായിരുന്നു. അയാൾ ഒരിക്കലും ജ്യോതിഷം പറഞ്ഞിട്ടില്ല. പറഞ്ഞു കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരുണ്ട്, പെർഫോമർ ആവാറില്ല. ഇങ്ങനെ ഇപ്പൊ സംഗീത അധ്യാപകർ, മ്യൂസിക് കോളേജിലുള്ളവരെയൊക്കെ നോക്കൂ, പലരും പാടാനേ സാധ്യതയില്ല, പാടത്തുമില്ല. പക്ഷെ അവർ തിയററ്റിക്കലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഏതൊക്കെ ജന്യരാഗം, മേളകർത്താരാഗം, ആ രാഗം, ഹിന്ദുസ്ഥാനിയിൽ അതിൻ്റെ പേരെന്ത്, മലയാളത്തിൽ എന്ത്, അല്ല കർണാടക സംഗീതത്തിൽ പേരെന്ത്, ജന്യരാഗങ്ങൾ ഏതൊക്കെ തരത്തിൽ വരും, ഒരക്ഷരം ഒരു സ്വരം അങ്ങോട്ട് മാറിയാതെ, ഇങ്ങനെ എല്ലാം അറിയും. പക്ഷെ പാടുന്ന കാര്യത്തിൽ പിന്നിലായിരിക്കും, ചിലപ്പോൾ പാടതേ ഇല്ലായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഇതെല്ലാം നമുക്ക് വളരെ രസകരമായ ഒരു മേഖലയാണ് ഈ കർമ്മഭാവം നോക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി ഗവേഷണം വേണം, ബുദ്ധിക്ക് നല്ല ജോലിയാണ്, ഇതെല്ലാം ബൗദ്ധികമാണ്. പിന്നെ കുറച്ച് ഇൻറ്റ്യൂഷന്. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ.
അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.